ഇയേഴ്സ് BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ സ്ട്രീമിൻ്റെ 2024 ഒരു ഷെഡ്യൂളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ LBS പബ്ലിഷ് ചെയ്തേക്കുന്ന ഷെഡ്യൂളാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഐഡിയ എങ്ങനെയാണ് ഈ ഒരു കൗൺസിലിംഗ് നടക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ ഡേറ്റുകളിൽ വരും എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതൊരു താൽക്കാലിക ഷെഡ്യൂളാണ്. ചിലപ്പോൾ ഈ ഡേറ്റുകളിൽ ചേഞ്ചുകൾ വന്നേക്കാം. ചിലപ്പോൾ ഒരു ദിവസം മുന്നേ ആയിരിക്കും ഈ പറയുന്ന കാര്യങ്ങൾ വരുന്നത്, ചിലപ്പോൾ 2 ദിവസത്തെ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് വെബ്സൈറ്റ് നോക്കണം. എസ്പെഷ്യലി ഈ ഡേറ്റിന് ഒരു ദിവസം മുമ്പോ ഈ ഡേറ്റുകളിലോ ഒക്കെ കറക്റ്റായിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാനും പേഴ്സണൽ ആൻഡ് അക്കാദമിക് ഡേറ്റ് കൊടുത്ത് ഫൈനൽ സബ്മിഷൻ ചെയ്യാനും ഒക്കെ ഡേറ്റ് 15/6/2024 ഒരു കാര്യം ഓർപ്പിക്കട്ടെ, നമ്മൾ ഫൈനൽ സബ്മിഷൻ ചെയ്യാത്ത ഒരു ആപ്ലിക്കേഷനും LBS സ്വീകരിക്കില്ല. സോ നിങ്ങൾ ഫൈനൽ സബ്മിഷൻ നിർബന്ധമായിട്ട് കൊടുത്ത് പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ആ ഒരു ഏതാണോ ആ ഒരു വെബ്സൈറ്റ് വിട്ട് പോരാ കേട്ടോ. പ്രിൻ്റ് ഔട്ട് നിർബന്ധമായിട്ട് എടുക്കുക. അപ്പോൾ എന്തായാലും ഫൈനൽ സബ്മിഷൻ കൊടുത്താലാണ് നമുക്ക് പ്രിൻ്റ് ഔട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഫൈനൽ സബ്മിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിർബന്ധമായിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തു, നമ്മുടെ പേഴ്സണൽ ആൻഡ് അക്കാദമിക് ഡീറ്റെയിൽസ് കൊടുത്തു. എന്നിട്ട് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ LBS വെരിഫൈ ചെയ്തിട്ട് അതിൽ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് നമുക്കൊന്ന് പബ്ലിഷ് ചെയ്ത് കറക്റ്റ് ചെയ്യാനായിട്ട് പറയും. ഓക്കെ, അപ്പോൾ അങ്ങനെ പബ്ലിക്കേഷൻ ഓഫ് പേഴ്സണൽ ആൻഡ് അക്കാദമിക് ഡേറ്റ ആഫ്റ്റർ വെരിഫിക്കേഷൻ 26/6/2024 അപ്പോൾ ഇങ്ങനൊരു തെറ്റ് തിരുത്താൻ സമയം കിട്ടിയേക്കാം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ തെറ്റുകളൊന്നും വരുത്തരുത്. അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ റിസർവേഷൻ, അതുപോലെ തന്നെ കാറ്റഗറി, അതുപോലെ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായിട്ടും ക്ലിയർ ആയിട്ട് ഓക്കെ ആയിട്ട് കൊടുക്കുക. സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ പിന്നീട് സമയം ഉണ്ടാവില്ല. സോ നിങ്ങൾ ഏതെങ്കിലും റിസർവേഷൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പ്ലേസിൽ സർട്ടിഫിക്കറ്റുകൾ മസ്റ്റായിട്ട് കൊടുക്കുക. ഒരു പക്ഷേ നിങ്ങൾ കൊടുത്തേക്കുന്ന സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് വീണ്ടും അപ്ലോഡ് ചെയ്യാൻ സമയം തന്നേക്കാം. പക്ഷേ ആദ്യമായിട്ട്, അതായത് അപ്ലോഡ് ചെയ്യാതെ ഒരു സർട്ടിഫിക്കറ്റ് വീണ്ടും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. തെറ്റിൽ വന്നേക്കുന്നത് നമുക്ക് തിരുത്തി അപ്ലോഡ് ചെയ്യാനേ പറ്റുള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർക്കുക കേട്ടോ. ഇനി അപ്പോൾ നമ്മളുടെ ആ ഒരു പേഴ്സണൽ ആൻഡ് അക്കാദമിക് ഡേറ്റ ആഫ്റ്റർ വെരിഫിക്കേഷൻ ചെയ്ത് കിട്ടുന്നത് 26-ാം തീയതിയാണ്. എന്നിട്ട് നമുക്ക് റെക്ടിഫൈ ചെയ്യാനായിട്ട് 2/7 വരെ സമയം തരുമെന്നാണ് പറയുന്നത്. അപ്പോൾ 26 മുതൽ 2-ാം തീയതി വരെ നിങ്ങൾക്ക് ടൈം കിട്ടും റെക്ടിഫൈ ചെയ്യാൻ എന്നാണ് ഇതിൽ പറയുന്നത്. പക്ഷേ നിങ്ങൾ എപ്പോഴും വെബ്സൈറ്റ് നോക്കണം. ആ ഒരു ടൈമിലൊക്കെ ഈ ഡേറ്റുകൾ ചിലപ്പോൾ ഇത്ര ദിവസം കിട്ടണം എന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കൂടുതൽ ദിവസം കിട്ടിയേക്കാം, ചിലപ്പോൾ ഇതിൽ കുറവ് ദിവസങ്ങളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് വെബ്സൈറ്റ് റെഗുലറായിട്ട് നോക്കി നിങ്ങളെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തിട്ട് അവിടെ എന്തെങ്കിലും മെമ്മോ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ സ്റ്റാറ്റസ് എന്താണ് കാണിക്കുന്നതെന്നൊക്കെ നോക്കിയിട്ട് അതനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ കൊടുത്ത നമ്മുടെ അക്കാദമിക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിൻ്റെ ആ ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ആദ്യം ഒരു താൽക്കാലിക റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. അത് 8/7/2024 തയ്യാറാക്കും. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ LBS കോൺടാക്റ്റ് ചെയ്യാം. ത്രൂ മെയിൽ ഓർ ഫോൺ അങ്ങനെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. എന്നിട്ട് അതിൽ മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തിയിട്ട് ഒരു ഫൈനൽ സബ്മിഷൻ വരുന്നത് 10/7/2024 നമ്മുടെ ഫൈനൽ റാങ്ക്. നമുക്ക് വെബ്സൈറ്റ് വഴി തന്നെ അറിയാം റാങ്ക് ലിസ്റ്റ്. അതല്ലാതെ നമ്മുടെ പ്രൊഫൈലിലും നമുക്ക് റാങ്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ റാങ്ക് ലിസ്റ്റൊക്കെ വന്നു. അടുത്തത് എന്താണ്? ഓപ്ഷൻ രജിസ്ട്രേഷനാണല്ലേ. നമ്മൾക്ക് ഇഷ്ടമുള്ള കോളേജുകൾ ഓപ്ഷൻസ് ആയിട്ട് വെക്കുന്നത്. ഏറ്റവും ഇഷ്ടമുള്ള കോളേജ് നമ്മൾ ആദ്യം വെക്കുക. എപ്പോഴും ഗവൺമെൻറ് ആയിരിക്കുമല്ലോ നമ്മുടെ ഫസ്റ്റ് ചോയ്സ്. അപ്പോൾ ഗവൺമെൻറ് കോളേജുകൾ ആദ്യം വെക്കണം. പ്രൈവറ്റ് കോളേജുകൾ ആദ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഗവൺമെൻറ്റിലേക്ക് കിട്ടാൻ പാടായിരിക്കും. സോ അതായത് നമ്മൾ ഓപ്ഷൻ കൊടുത്തു. ഒരു 10ാമത്തെ ഓപ്ഷനാണ് നമ്മൾക്ക് കിട്ടിയേക്കുന്നതെങ്കിൽ അതിന് താഴെയുള്ള ലോവർ ഓപ്ഷൻസ് എല്ലാം ഡിലീറ്റ് ആയിട്ട് പോകും. 10-ന് താഴെ 11 മുതൽ എല്ലാം ഡിലീറ്റ് ആയിട്ട് പോകും. പിന്നീട് ആ ഓപ്ഷൻസ് ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെയാണ് കിട്ടിയേക്കുന്നതെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അപ്പോൾ പോയ ഓപ്ഷൻസ് ഒന്നും പിന്നെ നമുക്ക് ആഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല. സോ കെയർഫുള്ളായിട്ട് നമ്മൾ ചെയ്യണം. പിന്നീടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നമ്മളെ പരിഗണിക്കുന്നത് 1 മുതൽ 9 വരെയുള്ള ഓപ്ഷൻസ് ആയിരിക്കും. 10 ഓൾറെഡി കിട്ടിയല്ലോ, അപ്പോൾ 1 മുതൽ 9 വരെയുള്ള ഓപ്ഷൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ 10-ന് താഴെയാണ് ഏതെങ്കിലും ഗവൺമെൻറ് കോളേജ് വച്ചേക്കുന്നതെങ്കിൽ അത് പോയി പിന്നീട് നിങ്ങൾക്ക് പിന്നെ വല്ല സപ്ലിമെൻ്ററിയോ അല്ലെങ്കിൽ സ്പോട്ടോ അങ്ങനെയൊക്കെ വരുമ്പോൾ കൊടുക്കുക. പക്ഷേ അവിടെ സീറ്റ് ഉണ്ടാവണം നിർബന്ധമില്ല. സോ അത് പ്രത്യേകം ശ്രദ്ധിച്ച് കൊടുക്കുക. ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കോളേജ്, അത് ചിലപ്പോൾ നിങ്ങളിപ്പോൾ ലാസ്റ്റ് റാങ്ക് നോക്കിയിട്ട് എനിക്ക് ആ കോളേജിൽ കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കൊടുക്കാതിരിക്കേണ്ട, കൊടുത്തേക്കുക. ഓക്കെ, എന്തായാലും നമ്മളെപ്പോഴും ആദ്യത്തെ ഓപ്ഷനിൽ പരിഗണിക്കും. ഓപ്ഷൻ എടുത്തിട്ട് നമുക്കതിൽ റിസർവേഷനൊന്നും ഇല്ലാതെ തരാൻ പറ്റുമോ എന്ന് നോക്കും. അങ്ങനെ അലോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അലോട്ട് ചെയ്യും. പിന്നീട് അങ്ങനെ പറ്റില്ല എങ്കിൽ അടുത്ത ഏതെങ്കിലും റിസർവേഷൻസ് ഉണ്ടെങ്കിൽ എത്ര റിസർവേഷൻസ് നമുക്ക് കൊടുക്കാം കേട്ടോ.
ഇപ്പോൾ ചിലവർക്ക് OBC ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ മറ്റു ഏതെങ്കിലും റിസർവേഷൻ ഉണ്ടാവും. അപ്പോൾ എത്ര റിസർവേഷൻ ഉണ്ടോ അതെല്ലാം കൊടുക്കാം. എല്ലാ റിസർവേഷനിലും നമ്മളെ പരിഗണിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഡേറ്റ് കഴിഞ്ഞല്ലോ. 15/7/2024 മുതൽ 16 വരെയാണ് 10/7/2024 മുതൽ 15/7/2024 വരെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ. അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ നല്ല ഒരു ലിസ്റ്റ് ഉണ്ടാക്കി, നഴ്സിംഗ് കോളേജുകളുടെ ലിസ്റ്റ് വെബ്സൈറ്റിൽ ആ ഒരു ടൈമിൽ വരും. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ നഴ്സിംഗ് കോളേജുകളിൽ LBSൻ്റെ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നത് കൊടുത്താൽ കിട്ടും. അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ 2023 ആ ഒരു അലോട്ട്മെൻറ്റ് ഇതെടുത്താൽ അവിടെയും കോളേജുകളുടെ ലിസ്റ്റ് കിട്ടും. പ്രോസ്പെക്ടസ് ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ അത് നോക്കിയിട്ട് നല്ല ഒരു ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കി വെക്കുക നിങ്ങളൊരു വെള്ള പേപ്പറിൽ. എന്നിട്ട് ആ ഒരു ടൈമിൽ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ആ ഒരു ലിസ്റ്റ് എടുത്ത് കൊടുത്താലും മതി. ഓക്കെ, അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ കുറേ നേരം ഒന്നും ഒരു ആലോചന ഇല്ലാതെ ലിസ്റ്റ് എടുത്തിട്ട് ആ ഒരു ടൈമിൽ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ടൈം ഔട്ട് ആവും. പിന്നെ ഈ വർഷം പുതിയ നഴ്സിംഗ് കോളേജുകൾ വരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് കോളേജുകൾ ആഡ് ചെയ്ത് കൊടുക്കുകയോ ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിലുള്ള ലിസ്റ്റുകൾ ആ ഒരു ടൈമിൽ കാണിക്കും. എന്തായാലും നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷന് മുമ്പ് കോളേജുകളുടെ ലിസ്റ്റ് നമുക്ക് അവൈലബിൾ ആകും. ഇപ്പോൾ ഇവിടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ തന്നേക്കുന്നത് 10/7/2024 അല്ലേ. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾക്ക് ഈ ഒരു കോളേജുകളുടെ ലിസ്റ്റ് വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ആ ഒരു ടൈമിൽ കറക്റ്റായിട്ട് തെറ്റിപ്പോവാതെ കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് കൊടുത്ത ഓപ്ഷൻസൊക്കെ വെച്ചിട്ട് ഒരു ട്രയൽ വരും 15/7. ആ ട്രയലിൽ നമ്മൾ എവിടെയും പോയി ചേരേണ്ട, ജസ്റ്റ് ഒരു ട്രയലാണ്. അപ്പോൾ അതിൽ ചിലപ്പോൾ ആ ഒരു ട്രയൽ കിട്ടിയ കോളേജ് തന്നെയായിരിക്കും നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ കിട്ടുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ ഓപ്ഷൻ്റെ ആ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനായിട്ട് ഈ 15-ാം തീയതി മുതൽ 16-ാം തീയതി വരെയും ഒരു ടൈം തരും. അതായത് നമ്മൾക്കൊന്ന് കോളേജുകളൊന്ന് മാറ്റി കൊടുക്കണം, പൊസിഷൻ മാറ്റി കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സമയം തരും. പക്ഷേ ഇവിടെ ഒരു കാര്യം നോക്കൂ, ഓപ്ഷൻ റീഅറേഞ്ച്മെൻ്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്യാം എന്നുള്ളത് ഇവിടെ നിലവിൽ പറയുന്നില്ല. നമുക്ക് അപ്പോൾ വരുമ്പോഴേ അറിയുള്ളൂ നമുക്ക് കോളേജുകൾ ആഡ് ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആവശ്യമുള്ള കോളേജുകൾ എല്ലാം തന്നെ ആദ്യം തന്നെ വെക്കുക കേട്ടോ. അതായത് ഇവിടെ ഓപ്ഷൻ റീഅറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നുള്ളൂ. നമ്മൾ ഇപ്പോൾ ഒരു 44 കോളേജുകൾ നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് ഉണ്ടായിരുന്നു. നമ്മളൊരു 10-20 വെച്ചുള്ളൂ എങ്കിൽ പിന്നീട് ട്രയൽ വന്നിട്ട് അയ്യോ എനിക്ക് ആ കോളേജും കൂടി വെക്കാമായിരുന്നല്ലോ എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നടക്കണം എന്നില്ല. ഒരു പക്ഷെ നടന്നേക്കാം. ഇപ്പോൾ അതിനെപ്പറ്റി ഇവിടെ നിലവിൽ പറയുന്നില്ല. അതായത് കോഴ്സുകൾ ആഡ് ചെയ്യാം അല്ലെങ്കിൽ കോളേജ് ആഡ് ചെയ്യാം എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഇവിടെ പറയുന്നില്ല. ഓൺലി റീഅറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യം കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള കോളേജുകൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ട്രയൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് നമുക്ക് തരുന്നുണ്ട് ഒരു ദിവസം. ഓക്കെ, ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 17-ാം തീയതി വരും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നാൽ നമുക്ക് LBSന് അടയ്ക്കേണ്ട ഒരു ഫീസ് ഉണ്ടാവും. ആ ഒരു ഫീസ് അടയ്ക്കാനും പിന്നെ നമുക്ക് അതിലുള്ള ഓപ്ഷൻസ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാനും നമ്മൾക്ക് 20-ാം തീയതി വരെ സമയമുണ്ട്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നാൽ നമ്മളുടെ അടുത്ത് കോളേജിൽ പോയി ജോയിൻ ചെയ്യാനൊന്നും പറയാറില്ല. അലോട്ട്മെൻറ്റ് കിട്ടിയവർ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ വരുമ്പോൾ അതിൽ ഫീസ് അടയ്ക്കാം, അതിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും, എത്ര ഫീസ് അടയ്ക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഫീസ് അടയ്ക്കുക, അത് നിങ്ങൾക്ക് ഓൺലൈൻ അടക്കാം, കോളേജിൽ പോയൊന്നും അടക്കണ്ട. സാധാരണ അങ്ങനെയാണ് വരുന്നത് കേട്ടോ. പിന്നെ ആ ഒരു ടൈമിൽ നോട്ടിഫിക്കേഷനിൽ എന്താണോ LBS പറയുന്നത് അതുപോലെ തന്നെ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നവർക്ക് ഫീസ് അടയ്ക്കാനും പിന്നെ എല്ലാവർക്കും അലോട്ട്മെൻറ്റ് കിട്ടിയവർക്കും കിട്ടാത്തവർക്കും നിങ്ങളുടെ ഓപ്ഷൻസ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാനും ഒക്കെ നമുക്ക് 20-ാം തീയതി വരെ സമയം തരും. അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റ് 23-ാം തീയതി വരും. 23-ാം തീയതിയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയവർ, ചിലവർക്ക് ആദ്യമായിട്ടൊരു അലോട്ട്മെൻറ്റ് കിട്ടുന്നത് സെക്കൻഡ് അലോട്ട്മെൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ഫീസ് അടയ്ക്കുക. പക്ഷേ ഫസ്റ്റ് ഒരു അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ ഫീസ് അടച്ചവരാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒരുപക്ഷെ ആ ഒരു കോളേജോ അല്ലെങ്കിൽ വേറൊരു കോളേജോ ആണെങ്കിൽ നിങ്ങൾ വീണ്ടും ഫീസ് അടയ്ക്കേണ്ട ആവശ്യം വരാറില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ എൻട്രൻസ് കമ്മീഷണർ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുമ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടാവും ആദ്യം അലോട്ട്മെൻറ്റ് കിട്ടിയവർ എന്ത് ചെയ്യണം, ഇപ്പോൾ ഓൾറെഡി അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയവർ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ടാവും. അതനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ചോയ്സ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയേക്കണമെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു പക്ഷേ കോളേജിൽ പോയി ജോയിൻ ചെയ്യാൻ പറയും. അതല്ല ചിലപ്പോൾ പറയാം നിങ്ങളിപ്പോൾ ഫീസ് അടച്ചിട്ട് പിന്നീടാണ് ജോയിനിങ് കോളേജുകൾ പറയാറ്. അപ്പോൾ എന്താണോ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിൽ മെൻഷൻ ചെയ്തേക്കുന്നത് അതുപോലെ കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് 23-ാം തീയതി വന്നു. 25-ാം തീയതി വരെ നമ്മൾക്ക് ഫീസ് അടയ്ക്കാനും പിന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയവർക്കും കിട്ടാത്തവർക്കൊക്കെ ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനും ഒക്കെ സമയം 25-ാം തീയതി വരെ തരുന്നു.
അതിനുശേഷം 26-ാം തീയതി തേർഡ് അലോട്ട്മെൻറ്റ് വരുന്നു. തേർഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളോട് കോളേജിൽ പോയി ജോയിൻ ചെയ്യാനായിട്ട് പറയും. അപ്പോൾ ആദ്യമായിട്ട് 3-ാമത്തെ അലോട്ട്മെൻറ്റിലാണ് നമുക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടിയേക്കുന്നതെങ്കിൽ നമ്മളപ്പോൾ ഫീസ് അടച്ചിട്ട് പിന്നീട് കോളേജിൽ പോയി ജോയിൻ ചെയ്യും. അപ്പോൾ ഫീസ് അടയ്ക്കുന്ന ആ ഒരു റെസിപ്റ്റ് ഉണ്ടല്ലോ, അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടേക്കണം കേട്ടോ. അത് നമുക്ക് അഡ്മിഷൻ്റെ സമയത്ത് ഹാജരാക്കേണ്ട സർട്ടിഫിക്കറ്റുകളിൽ ഒന്നാണ് നമ്മുടെ ഫീ റെസിപ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഇട്ടേക്കണം, ആ ഒരു ഫീസ് റെസിപ്റ്റ്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്ന് വെച്ചാൽ അതിൻ്റെ പ്രിൻ്റിട്ട് നമുക്ക് ആവശ്യമുള്ളതാണ്. അത്രയും മനസ്സിലാക്കുക. അഡ്മിഷൻ്റെ സമയത്ത് നമ്മൾ ഫീസ് അടച്ച പ്രൂഫ് നമുക്ക് വേണം. സോ അത് നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മളോട് കോളേജിൽ പോയി ജോയിൻ ചെയ്യാനായിട്ട് 31-ാം തീയതി ജൂലൈ 31-ാം തീയതിക്കുള്ളിൽ കോളേജിൽ പോയി ബാക്കി ഫീസും സർട്ടിഫിക്കറ്റുകളും ഒക്കെ ആയിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയവർ ജോയിൻ ചെയ്യാനായിട്ട് പറയും. പിന്നെ അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്ക് പിന്നെയും അലോട്ട്മെൻറ്റുകൾ ഉണ്ടാവും. കിട്ടിയവർക്കും കിട്ടാത്തവർക്കും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, വേക്കൻസി അനുസരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പിന്നീടായിരിക്കും അറിയുക. അപ്പോൾ ഓൺലൈൻ ആൻഡ് സ്പോട്ട് അലോട്ട്മെൻറ്റ് വിൽ ബി കണ്ടക്റ്റഡ് ടു ഫിൽ അപ്പ് ദ ലാബ് സീറ്റ് ഇഫ് എനി. അപ്പോൾ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ സ്പോട്ടായിട്ടോ ഒക്കെ വീണ്ടും അലോട്ട്മെൻറ്റുകൾ ഉണ്ടാവാം, സീറ്റ് വേക്കൻസി അനുസരിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് പങ്കെടുക്കാം. അലോട്ട്മെൻറ്റ് കിട്ടിയവർക്കും സാധാരണ പങ്കെടുക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ ഈ വർഷത്തെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അത് LBSൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് അറിയുള്ളൂ. അപ്പോൾ ഈ 3-ാമത്തെ അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പോഴാണ് നമ്മളോട് കോളേജിൽ പോയി സാധാരണഗതിയിൽ ജോയിൻ ചെയ്യാൻ പറയാറ്. പക്ഷേ ഫസ്റ്റ് ഓപ്ഷൻ ആണെങ്കിൽ ഒരു പക്ഷേ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിട്ടിയവർക്ക് ആ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ചിലപ്പോൾ ജോയിൻ ചെയ്യാൻ പറഞ്ഞേക്കാം. നമുക്കങ്ങനെ LBS പറയാതെ ഒന്നും കണക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ഇവിടെ പറഞ്ഞേക്കുന്നത് ജോയിനിങ് കോളേജുകൾ 29-ാം തീയതി മുതൽ 31-ാം തീയതി വരെയുള്ള ആ ഒരു ഡേറ്റാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റ് റെഗുലറായിട്ട് നോക്കണം, അതിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ റെക്ടിഫിക്കേഷൻ പീരീഡ് ഇവിടെ പറഞ്ഞില്ലേ, നമുക്ക് നമ്മുടെ ഡേറ്റേഴ്സ് LBS വെരിഫൈ ചെയ്തിട്ട് അത് പബ്ലിഷ് ചെയ്യും. അതിൽ ഡിഫക്റ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തി കൊടുക്കാനൊരു സമയം എന്ന് പറഞ്ഞ് നമുക്ക് 2-ാം തീയതി വരെ സമയം തന്നില്ലേ, അത് നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കണം കേട്ടോ. കാരണം നമ്മുടെ നേറ്റിവിറ്റി പ്രൂഫൊക്കെയാണ് അതിൽ മിസ്റ്റേക്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടാക്കും. സോ അതുകൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഫോമാറ്റിലോ പറഞ്ഞിരിക്കുന്നത് ഒറിജിനൊക്കെ തന്നെ ആയിരിക്കും നിങ്ങൾ ആ ഒരു റിസർവേഷൻ സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങി നൽകിയിരിക്കുന്നത്. പക്ഷേ നിങ്ങളൊരു പക്ഷേ അത് സ്കാൻ ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ടില്ല PDF എങ്കിലും ആ റെക്ടിഫിക്കേഷൻ പീരീഡിൽ നിങ്ങൾക്കത് ഡിഫക്റ്റ് ആയിരിക്കും കാണിക്കുക. സോ നിങ്ങൾ കറക്റ്റായിട്ട് ഇപ്പോഴേ ചെയ്യുമ്പോൾ തന്നെ അതായത് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിനുള്ള സർട്ടിഫിക്കറ്റുകളാണ് റിസർവേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ നീറ്റിനൊക്കെ വാങ്ങിയേക്കുന്ന സെൻട്രൽ എഡ്യൂക്കേഷൻ പർപ്പസിനാണെങ്കിലും പോലും അത് അക്സെപ്റ്റ് ചെയ്യൂല. സോ നിങ്ങൾ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ഇപ്പോൾ NCL സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ OBC NCL സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നമ്മൾ അക്ഷയ പോയി അപ്ലൈ ചെയ്തിട്ട് വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ഇല്ലേ, ഇപ്പോൾ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് അത് തന്നെ അപ്ലോഡ് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. നീറ്റിൻ്റെ നമ്മൾ സെൻട്രൽ എഡ്യൂക്കേഷൻ പർപ്പസിന് തഹസിൽദാറിൽ നിന്നും വാങ്ങിയേക്കുന്ന സർട്ടിഫിക്കറ്റ് ഈ BSc നഴ്സിംഗിൻ്റെ ആപ്ലിക്കേഷനൊന്നും അക്സെപ്റ്റ് ചെയ്യൂല. അതൊക്കെ പിന്നീട് നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താലും ഇപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് കിട്ടാനെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ ബുദ്ധിമുട്ടാണ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നിമിഷം വരെ നിങ്ങൾ ട്രൈ ചെയ്യണം. അതായത് ഞാൻ പറയുന്നത് ആ ഒരു പ്ലേസ് ബ്ലാങ്ക് ആക്കി ഇടരുത് എന്നാണ് കേട്ടോ. ബ്ലാങ്ക് ആക്കി ഇട്ടാൽ പിന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് ഒരു സമയം കിട്ടൂല. പക്ഷേ ഡിഫക്റ്റുകളുണ്ടെങ്കിൽ അത് തിരുത്താൻ ഒരു സമയം LBS തരാറുണ്ട് കേട്ടോ. അപ്പോൾ മാക്സിമം എല്ലാ സർട്ടിഫിക്കറ്റുകളും ആ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്ന അതോറിറ്റിയിൽ തന്നെ വാങ്ങി ആ പ്ലേസിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക് യു.